ഡൽഹി സിവിൽ ലൈൻസ് ഫ്ലാഗ് സ്റ്റാഫ് റോഡ് നമ്പർ 6 നമ്പർ വസതിയിൽ ഇവിടെ വെച്ചായിരുന്നു സ്വാതി മാലിവാൾ അവരുടെ പരാതിയിൽ ഉന്നയിക്കുന്ന ആ ആക്രമണം എല്ലാം തന്നെ സംഭവിച്ചത് മെയ് 13-ാം തീയതി. ആ സംഭവവുമായി ബന്ധപ്പെട്ട് തെളിവെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വാതി മാലിവാളിനെയും കൂട്ടി ഡൽഹി പോലീസ് സംഘം ഇവിടേക്ക് എത്തിയത്. തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു, അവർ മടങ്ങിയിട്ടുണ്ട്. സ്വാതി മാലിവാളിനൊപ്പം തന്നെ ഡൽഹി പോലീസിന്റെ ഫോറൻസിക് സംഘമടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. പ്രധാനമായിട്ടും ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക, അത് ശേഖരിക്കുക. കാരണം ഈ പരാതി അതിൽ പ്രധാനമായിട്ടും CCTV ഒരു തെളിവാണ്. അതിനോടൊപ്പം തന്നെ അന്ന് ആ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവരെ ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്യുക, അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഡൽഹി പോലീസിന് ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമാണ് ഡൽഹി പോലീസ് സംഘം ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ക്രൂരമായി സ്വാതി മാലിവാൾ മർദ്ദിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് ആ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും മുഖത്ത് 7 തവണ മർദ്ദിച്ചു, നെഞ്ചിലും അതുപോലെ തന്നെ ഇടുപ്പിലും അടിവയറ്റിലും ചവിട്ടി പലതവണ. ചെയ്യരുത് എന്ന് പറഞ്ഞു, എന്നിട്ടും പലതവണ ആവർത്തിച്ച് അത് ചെയ്തു. അതിനുശേഷം പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ പോലീസിനെ വിളിച്ച സമയത്ത് അല്ലെങ്കിൽ വിളിക്കും പറഞ്ഞ സമയത്തായിരുന്നു ഈ ആക്രമണം നിർത്തി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള ബിഭവ് കുമാർ പോയത് എന്നുള്ളൊരു കാര്യമാണ് സ്വാതി മാലിവാൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ക്രൂരമായി തന്നെ ആക്രമിക്കപ്പെട്ടു. പ്രധാനമായിട്ടും അവരെ പലതവണ ഈ വസതിയിലെ സ്വീകരണ മുറിയിലൂടെ വലിച്ചിഴിച്ചു, ഷർട്ടടക്കം ഊരാനായിട്ട് ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം ഈ ആരോപണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ബിഭവ് കുമാർ അപ്പോഴും അരവിന്ദ് കെജ്രിവാളിനൊപ്പം പലതരത്തിലും ആം ആദ്മി പാർട്ടിയിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കൂടി വഴിവെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങൾ വന്നതോടുകൂടി തന്നെ ആം ആദ്മിയുടെ മറുവാദം വരികയാണ് ഉണ്ടായത്. हम रिक्वेस्ट कर रहे हैं, हम तो रिक्वेस्ट कर रहे हैं, आप पढ़े लिखे लोग हैं, आपके साथ ऐसा थोड़ा ये गंजा साला मैडम नहीं ആ വീഡിയോയിലുള്ളതുപോലെ തന്നെ ഇത് സ്വാതി മാലിവാളിന്റെ ഒരു പ്ലാൻ ആയിരുന്നു, അല്ലെങ്കിൽ BJP അയച്ചതാണ് സ്വാതി മാലിവാളിനെ എന്നുള്ളതാണ് അതിഷി അടക്കമുള്ള മന്ത്രിമാർ, ആം ആദ്മി പാർട്ടിയുടെ മൊത്തത്തിലുള്ള വാദം. അവരുടെ തന്നെ രാജ്യസഭാ MP തള്ളിക്കൊണ്ട് രംഗത്ത് വരികയായിരുന്നു ആം ആദ്മി പാർട്ടി. പ്രധാനമായിട്ടും ആ ദൃശ്യങ്ങളിലുള്ളതുപോലെ തന്നെ അവർക്ക് പരിക്കേറ്റിട്ടില്ല, മറിച്ച് കെജ്രിവാളിന്റെ വസതിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു സ്വാതി മാലിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളടക്കം ആരോപിച്ചുകൊണ്ടാണ് നിലവിൽ ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ സഞ്ജയ് സിംഗ്, മറ്റൊരു രാജ്യസഭാ MP ആണ് ആം ആദ്മി പാർട്ടിയുടെ, അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു ബിഭവ് കുമാറിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ മോശമായിട്ടുള്ള പെരുമാറ്റം സ്വാതി മാലിവാളിനെതിരെ ഉണ്ടായിരുന്നു, അതിൽ നടപടിയെടുക്കുന്ന കാര്യം. പക്ഷേ ഇതിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതിന് പിന്നാലെ ഈ വിവാദങ്ങൾ കുറച്ചുകൂടി ചൂടേറുന്ന സമയത്താണ് സ്വാതി മാലിവാളിനെ അവരുടെ തന്നെ ആം ആദ്മി രാജ്യസഭ MP തള്ളിക്കൊണ്ട് ഈ ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന കാര്യങ്ങളടക്കം BJP ചൂണ്ടിക്കാണിക്കുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ബിഭവ് കുമാറിനെതിരെ നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ആരോപണം എന്ന് പറയുന്നത് ഇത് അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹത്തെ കുടുക്കാൻ BJP ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാനാണ്. അതിൽ അരവിന്ദ് കെജ്രിവാൾ കുടുങ്ങില്ല, പകരം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള ബിഭവ് കുമാറാണ് ഇപ്പോൾ കുടുങ്ങിയത് എന്നുള്ള കാര്യമാണ്. നിയമം വളച്ചെടുക്കുന്നു എന്നുള്ള കാര്യമടക്കം സ്വാതി മാലിവാളിനെതിരെ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നു. സിവിൽ ലൈൻസിൽ നിന്നും ഷിജു പട്ടോത്തിനൊപ്പം അർജുൻ പിതാമരൻ, മാതൃഭൂമി ന്യൂസ്.